വേർ ഡു ഐ സിറ്റ്? എവിടെയാണ് ഇരിക്കുന്നത്? നമ്മൾ ഇരിക്കുന്ന കസേരയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. നമ്മൾ ഇരിക്കുന്ന എവിടെയാണെന്ന് നമുക്കറിയണം. നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ മക്കളുടെ കസേരയിലാണോ ഇരിക്കുന്നത്? ഒരു രാജാവ് ഒരിക്കലും ഒരു വേലക്കാരൻ്റെ കസേരയിൽ ഇരിക്കത്തില്ല. ഉടമസ്ഥൻ ഒരിക്കലും ഒരു സ്ലേവിൻ്റെ കസേരയിൽ ഇരിക്കത്തില്ല. അടിമ ഒരിക്കലും ഉടമസ്ഥൻ്റെ കസേരയിൽ കയറി ഇരിക്കത്തില്ല. കസേരകളുണ്ട്, സ്ഥലമുണ്ട്, അതറിയണം. നമ്മളറിയണം എവിടെയാണ്. വേർ ഡു ഐ സിറ്റ്? യോഹന്നാൻ്റെ സുവിശേഷം 15:5. I am the vine, you are the branches. If you remain in me and I in you, you will bear much fruit. Apart from me, you can do nothing. അതാണ് യോഹന്നാൻ്റെ സുവിശേഷം 15:5. മലയാളത്തിൽ നമ്മളോട് ദൈവം പറയുന്നത്, ഞാൻ മുന്തിരിയും നിങ്ങളെ വള്ളികളുമാകുന്നു. എന്നിൽ വസിച്ചിട്ടല്ല നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. അത് നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മുടെ പ്രവൃത്തി മണ്ഡലങ്ങൾ ഒത്തിരി എല്ലാ സഭകളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, സ്ഥാപനങ്ങളിലൊക്കെ വ്യത്യാസം വരുത്താൻ സാധിക്കും. കാരണം കർത്താവ് പറയുന്നു, ഞാനാണ് മുന്തിരി, നിങ്ങൾ വള്ളികളാണ്. യോഹന്നാൻ്റെ സുവിശേഷം 15:1. 15:5 ഞാൻ വായിക്കുന്നത്. ഞാൻ മുന്തിരി വള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ സാധിക്കത്തില്ല. വളരെ വ്യക്തമായിട്ട് ദൈവം പറയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നതിനെ കൂടെ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. നമ്മളെ മുന്തിരി വള്ളികളായിട്ടാണ് ദൈവം ഡിപ്പിക്റ്റ് ചെയ്യുന്നത്. പിതാവാം ദൈവം തോട്ടക്കാരൻ. അപ്പോൾ ഒരു തോട്ടത്തിനകത്ത് പ്രധാന വള്ളി ഈ വലിയ ദൈവത്തിൻ്റെ പുത്രനാകുന്ന ക്രിസ്തുവിൻ്റെ വള്ളിയാണ്. ഇതിന്ന് ബ്രാഞ്ചസ് ഇങ്ങനെ പോവുകയാണ്. ഈ ബ്രാഞ്ചസിൽ നമ്മളെ ഓരോരുത്തരെയും ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പണ്ട് കാലത്ത് നമ്മൾ അറിവില്ലാത്തവർ, അറിയുന്നില്ല എന്നൊക്കെ പറയും. പക്ഷേ ഇന്ന് വിശ്വാസി ആയിക്കഴിഞ്ഞാൽ എന്നെ ഈ മുന്തിരിയിലോട്ട് ഗ്രാഫ്റ്റ് ചെയ്തു. പക്ഷേ മുന്തിരി ഗ്രാഫ്റ്റ് ചെയ്തിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് അനുസരിക്കുന്നില്ലെങ്കിൽ യു ആർ സ്റ്റണ്ടഡ്, യു ആർ നോട്ട് ഗ്രോയിങ്, യു വിൽ നോട്ട് പ്രൊഡ്യൂസ് ഫ്രൂട്ട്. അതുകൊണ്ടാണ് വളരെ നിർബന്ധമാണ് നീ ഏത് കസേരയിലാണ് ഇരിക്കുന്നത് അറിയണം. നീ എവിടെയാണ്? ഇൻ ദിസ് ലൈഫ് വേർ യു സിറ്റ് മാറ്റേഴ്സ്. നീ എവിടെയാണ് ഇരിക്കുന്നതിന് വളരെ പ്രധാനമുണ്ട്. അതായത് കറക്റ്റ് ചെയറിലിരിക്കണം. ആത്മീയ ഗോളത്തിൽ 3 തരത്തിലുള്ള കസേരകളുണ്ട്. ഒന്ന് ചെയർ നമ്പർ 1, കിങ്ഡം ഓഫ് ഗോഡ്. അവിടെ പിതാവേ, പുത്രനെ, പരിശുദ്ധാത്മാവ്. അവിടെ ദൈവമക്കൾ. ആ കസേരയിൽ അതിന് മുമ്പിൽ ഇഷ്ടം പോലെ കസേര ഉണ്ട്. അവിടെയാണ് നമ്മൾ ഇരിക്കേണ്ടത്. മാറിയിരിക്കാൻ സാധ്യതയുണ്ട്, പക്ഷേ വി ഷുഡ് നോട്ട്. ആരെങ്കിലും അപ്പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊണ്ടുവരാം. രണ്ടാമത്തെ കസേര കിങ്ഡം ഓഫ് സെൽഫ്. ഞാൻ. അത് ലൂസിഫറിൻ്റെ, അത് വേറെയല്ല ചെയർ. ലൂസിഫറിൻ്റെ ലോകപ്രകാരം. അതായത് നമ്മൾ എനിക്ക് എൻ്റെ കഴിവുകൊണ്ട് എന്ത് നേടാം, എന്നിട്ട് നമ്മളത് പ്രശംസയായിട്ട് പറയുകയും ചെയ്യും. സ്വന്തം കഴിവുകൊണ്ട് ഞാൻ ഒന്നുമില്ല, തൻ്റെ കഴിവുണ്ട്. എവിടെ? അതുകൊണ്ട് ഈ കഴിവ് തന്നതാര്? എന്തെങ്കിലും ബുദ്ധി ചിന്തിക്കാൻ കഴിവുന്നു? ഓടുന്നവന് കാല് കൊടുത്തതാര്? അതുവല്ലം ചിന്തിക്കുന്നുണ്ടോ? എപ്പോഴും ഈ ലൂസിഫറിന് എല്ലാ നല്ല ഗുണങ്ങളും വെച്ച് പണിതെടുത്ത് വെച്ചിട്ട് ലൂസിഫറിന് അത് പോരാ, ഇനിയും ദൈവത്തെ പോലെ മേളിൽ കയറി ഉത്തരഗിരി കയറിയിരിക്കണം, ദൈവത്തെ പോലാണ്. എന്താ അവന് കൊടുക്കാൻ? എല്ലാം കൊടുത്തായിരുന്നു. പക്ഷെ ചിലർക്ക് സ്വഭാവം അതാണ്. എന്നാ നമുക്ക് കിട്ടിയാലും നമുക്ക് സന്തോഷമില്ല. വി ആർ നെവർ കണ്ടൻറ്റ് വിത്ത് വാട്ട് വി ഗെറ്റ് ബിക്കോസ് വി ഹാവ് ദിസ് ഗ്രീഡ്. അതായത് കൂടുതൽ വേണം എന്നുള്ള ആഗ്രഹം ഉള്ളതിൽ സന്തോഷിക്കുന്ന ഒരു ദൈവകൃപയാണ്. അത് ആദിപിതാക്കന്മാർക്ക് പോലും ഇല്ലാതെ പോയി. അപ്പോൾ കിങ്ഡം ഓഫ് ഗോഡ് 1-ാം ചെയർ, രണ്ടാമത്തെ കിങ്ഡം ഓഫ് സെൽഫ്, മൂന്നാമത്തെ ചെയർ കിങ്ഡം ഓഫ് ദ വേൾഡ്. ക്രിസ്ത്യൻസ് ആകുന്ന നമ്മൾ വിശ്വാസികൾ നമ്മൾ 1-ാം ചെയറിലും ഇടയ്ക്കിടയ്ക്ക് 2-ാം ചെയറിലും ഇരിക്കും. എന്നാൽ പലപ്പോഴും നമ്മൾ അറിയാതെ 2-ാം ചെയറിൽ കയറിയിരിക്കും. അതുകൊണ്ട് ഇന്നത്തെ ഉദ്ദേശം 1-ാം ചെയറിൽ തന്നെ നമ്മൾ തിരിച്ചു വരണം. അതായത് ഈ ഒരു ക്ലാസ് നേരത്തെ എൻ്റെ ഗ്രൂപ്പിലെടുത്തിട്ട് ഇറ്റ് ബെനിഫിറ്റഡ് എ ലോട്ട് ഓഫ് പീപ്പിൾ. കസേര മാറിയിരിക്കരുത്. എൻ്റെ സിസ്റ്ററിലും എപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ട്, കസേര മാറിയിരിക്കരുത്. കസേര ഇരിക്കാൻ പഠിക്കണമെന്നേ. അതായത് വീട്ടിലെ ഉടമസ്ഥൻ പുരുഷൻ അവനിരിക്കേണ്ട കസേര ഇരിക്കണം. ശരിയല്ലേ? നമ്മുടെ വീട്ടിൽ വല്യപ്പച്ചന്മാരുണ്ടായിരുന്നു പണ്ട്. അവരൊരു വലിയ ചാരുകസേര എന്ന് പറയും. അതിപ്പോൾ മിക്ക വീടുകളിലും ഇല്ല. അവരൊന്നും ചെയ്യത്തില്ല, ചാരുകസേരയിൽ അവിടെ ഇരിക്കുന്നതാണ്. മിക്കപ്പോഴും വല്യമ്മച്ചിമാർ കൂടെ തന്നെ അവർക്ക് പരിചരിക്കാൻ കാണും. കാരണം വയസ്സായ മക്കളെല്ലാം കാര്യമായിട്ടെടുത്തു. ഹിന്ദുക്കൾക്കാണെങ്കിൽ അവർ പ്രായം ചെന്നിട്ട് വനവാസത്തിനങ്ങ് പോകും. പിന്നെ മക്കൾ കാര്യമായിട്ടെടുക്കും. ഇത് നമുക്കതും ഇതും ഇല്ലാത്ത സ്റ്റേജായി മാറിയിരിക്കാം. അപ്പം
യു റിയലി ഹാവ് ടു റിയലൈസ് വെയർ യു ആർ സിറ്റിംഗ്. ആണോ, ഒന്നാം ചെയറിലാണോ ഇരിക്കുന്നത്? അല്ലെങ്കിൽ ഇന്ന് ഇരിക്കാൻ ദൈവം പറയാണ്. അപ്പോൾ ഒന്നാം കസേരയിലാണ് നമ്മൾ ഇരിക്കുന്നതെങ്കിൽ നമ്മൾ ദൈവത്തിന് വേണ്ടി ജീവിക്കും. അതായത് നമ്മൾ ചെയ്യുന്ന എല്ലാം ദൈവമഹത്വത്തിന് വേണ്ടിയാകും. അതാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നില്ല. നമുക്ക് യേശുക്രിസ്തു പോലും പറയുന്നുണ്ട്, എൻ്റെ പിതാവ് ഇപ്പോഴും ജോലി ചെയ്തുകൊണ്ട് ഞാനും ജോലി ചെയ്യുകയാണ്. അവിടെ അലസതയ്ക്കും മടിക്കുമെന്ന് ഒരു സ്ഥാനമില്ല. നമ്മൾ അലസരായിട്ടിരുന്നാൽ കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോകും. പക്ഷെ നമ്മളോട് ദൈവം പറയുന്നത് തീഷ്ണതയുള്ളവരായിട്ട്, അത് എല്ലാത്തിലും അല്ല, നമ്മുടെ കാര്യങ്ങൾ ആവശ്യമുള്ളത് തീഷ്ണമായിട്ട് പ്രാപിച്ചെടുക്കാൻ നമ്മൾ റെഡിയാകണം. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ പറയുന്നു, നീ മൂന്നാം ചെയറിലായിരിക്കുന്നെങ്കിൽ നീ നഷ്ടപ്പെട്ടു പോയി. ഇറ്റ്സ് എ വേൾഡ് സിസ്റ്റം. അത് ഔട്ട്സൈഡ് ദ കിങ്ഡം ഓഫ് ദ ലിവിങ് ഗോഡ്. അതിലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോകാറില്ലേ? കൺമോഹം, ജഡമോഹം, ജീവനപ്രദാനം. 1 Korinത്യർ 2:13-16 വരെയുള്ള വാക്യം ഇത് വളരെ പ്രധാനമാണ്. 1 Korinത്യർ 2. അതായത് നമ്മൾ മനുഷ്യൻ, ആത്മീക മനുഷ്യനുണ്ട്, ജഡീക മനുഷ്യനുണ്ട്. പക്ഷേ ഇതൊക്കെ ഞാനീ പറയുന്ന എല്ലാം ആത്മീക മനുഷ്യനെ മനസ്സിലാകും, ജഡീക മനുഷ്യന് മനസ്സിലാകത്തില്ല. മജോറിറ്റി ഓഫ് ദ പീപ്പിൾ ആർ സ്റ്റിൽ ജഡീക മനുഷ്യരാണ്. അവരെ സാറ്റിസ്ഫൈ ചെയ്യുന്ന വാക്യങ്ങളാണ് പലപ്പോഴും. പക്ഷേ ഞാൻ എടുക്കുന്ന വചനങ്ങൾ വചന അടിസ്ഥാനത്തിൽ നല്ല ഉറപ്പും കൃത്യതയുമുള്ള വചനം വേദപുസ്തകത്തിൽ തന്നെ എടുക്കുന്നത്. നോബഡി ക്യാൻ ഡിസ്പ്യൂട്ട് ഇറ്റ്. 1 Korinത്യർ, ഇതിനകത്തൊരു സംശയം വരാൻ ഒക്കത്തില്ല. കാരണം ഞാനല്ല ഇത് പഠിപ്പിക്കുന്നത്, പരിശുദ്ധാത്മാവ്. നമ്മൾ വചനം പറയുമ്പോൾ പരിശുദ്ധാത്മാവ് ഇത് ക്രിയ ചെയ്യേണ്ടിടത്ത് ചെന്ന് ക്രിയ ചെയ്യും. അത് ഉൾക്കൊള്ളുന്നില്ലെങ്കിൽ ദാറ്റ് ഈസ് നോട്ട് മൈ ഫോൾട്ട്. ഞാൻ പറയേണ്ടത് നല്ല അച്ചട്ടായിട്ട് സത്യത്തിൻ്റെ ആത്മാവിൽ നിന്നുകൊണ്ട് പറയാൻ എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ നമ്മളെ ആരും വിരൽ ചൂണ്ടാൻ അധികാരമില്ല, അവകാശമില്ല. കാരണം വി ആർ ആക്ച്വലി വർക്കിംഗ് ഇൻ ഒബീഡിയൻസ് ടു ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. അത് അവനവനെ അറിയേണ്ടത്, വേറൊരാൾക്ക് അത് പറഞ്ഞു തരാനൊക്കത്തില്ല. ബട്ട് വി നോ വി ആർ സ്റ്റാൻഡിങ് ദെയർ. അല്ലേ വചനം പറയാനൊക്കത്തില്ലല്ലോ. ഒരു പ്ലാറ്റ്ഫോം ആകാശമണ്ഡലത്തിൽ ദൈവം നമുക്ക് തരണം വചനം പറഞ്ഞ് നിൽക്കണമെങ്കിൽ. 16-15 വർഷത്തോളം ഇപ്പോൾ ഞാൻ വചനം പറയുകയാണ്. ഇന്നലെയും തുടങ്ങിയതല്ല. അനേക മക്കൾക്ക് അറിഞ്ഞോ അറിയാതെയോ ജീവൻ്റെ പ്രകാശം പോയിക്കൊണ്ടിരിക്കുകയാണ്. 1 Korinത്യർ 2:13-16 വരെയുള്ള വാക്യം വായിക്കുന്നു. നാമോ ലോകത്തിൻ്റെ ആത്മാവിനെ അല്ല, ദൈവം നമുക്ക് നൽകി അറിവാനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രേ പ്രാപിക്കുന്നു. ആരുടെ ആത്മാവാണ്? ദൈവത്തിൻ്റെ ആത്മാവ്. ദൈവത്തിൻ്റെ ആത്മാവുള്ളവർക്ക് അറിയാതുണ്ടെന്ന് ആരും പറയണ്ട. അതിന് തിയോളജി ഒന്നും പഠിക്കണ്ട, അതിന് അസ്ട്രോളജിയും പഠിക്കണ്ട. പരിശുദ്ധാത്മാവ് പറയും നിൻ്റെ ഉള്ളിൽ. നമ്മൾ പ്രയാസം വരും, നമ്മൾ ഒത്തിരി വിഷമം വരും. നമ്മൾ അയ്യോ ഞാൻ ഇത്ര ഭാവിയാണോ, ഇതെന്തിങ്ങനെ ദൈവത്തിനുള്ളിൽ നിന്ന് ആത്മാവ് പറയും, ഇല്ല നീ നല്ലവളാണ്. ആരാ പറയുന്നത്? ദൈവം സംസാരിക്കും. മറ്റുള്ളവരെന്ത് പറയുന്നത് എനിക്ക് പ്രശ്നമല്ല, നീ എനിക്ക് വിലപ്പെട്ടതാണ്. അതൊക്കെ ആത്മാവിൻ്റെ ഒരു തീഷ്ണത. കഷ്ടമില്ലെന്നല്ല, കഷ്ടം വരും. അതുകൊണ്ടാണ് പറയുന്നത്, നാമോ ലോകത്തിൻ്റെ ആത്മാവിനെ അല്ല, ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് ദൈവം നമുക്ക് നൽകിയത് അറിവാനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രയേ പ്രാപിച്ചത്. അത് ഞങ്ങൾ മനുഷ്യജ്ഞാനം ഉപദേശിക്കുന്ന വചനത്താലല്ല, ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ പ്രസ്താവിച്ചുകൊണ്ട് ആത്മീകമായത് തെളിയിപ്പിക്കുന്നു. ഇത് പൂർണ്ണമായിട്ടും ആത്മീകമാണ്. ഇത് ജഡവും, അതായത് അരിയും മണ്ണും കൂടെ, അരിയും മണ്ണിലും കൂടെ ചേരത്തില്ലെന്ന് പറഞ്ഞ പോലെ തന്നെയാണ്. എത്ര കുഴച്ചിട്ടാലും അത് ചേരത്തില്ല. എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിൻ്റെ ഉപദേശം കൈക്കൊള്ളത്തില്ല. പ്രാകൃത മനുഷ്യൻ എന്ന് പറയുന്നത് എന്തുവാ? രക്ഷിക്കപ്പെടാത്ത മനുഷ്യൻ. അവർക്കത് മനസ്സിലാകത്തില്ല. അവരോടല്ലല്ലോ, അതവന് പോഷത്വം. ആത്മീകമായി വിവേചിക്കേണ്ടതാകിയാൽ അതവന് ഗ്രഹിപ്പാൻ കഴിയത്തില്ല. ആത്മീകനോ സകലത്തെയും വിവേചിക്കുന്നു. വളരെ ക്ലിയർ. ആത്മീകനോ സകലത്തെയും വിവേചിക്കുന്നു, ആരാലും വിവേചിക്കപ്പെടുന്നതുമല്ല. അത് അവനവൻ്റെ ആത്മാവ്. അതാണ് ദിസ് ഈസ് ദ സ്പിരിറ്റ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, ഡിസേണിങ് സ്പിരിറ്റാണ്. ഐ എം സ്റ്റാൻഡിങ് ഓൺ ദ റൈറ്റ് പ്ലേസ്. നമുക്കുറപ്പ്. ശരി, നമ്മൾ വീണെന്ന് തോന്നും, പക്ഷേ ഗോഡ്സ് ഹാൻഡ് ഈസ് അണ്ടർനെയ്ത്. ശാശ്വത ഭുജം അടിയിലുണ്ട്. ആത്മീകനോ സകലത്തെയും വിവേചിച്ചറിയാനുള്ള കഴിവ്. താൻ ആരാലും വിവേചിക്കപ്പെടുന്നതേ ഇല്ല. സീ ദ അതോറിറ്റി ആത്മീകന് കൊടുത്തിരിക്കുന്നത്. നോബഡി. സീ ദാറ്റ് പവർ ഈസ്
വെസ്റ്റഡ് ഇൻ യു. അത് ദൈവം ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നതാണ്. കർത്താവിൻ്റെ മനസ്സറിഞ്ഞ് അവനെ ഗ്രഹിപ്പിക്കാവുന്നവൻ ആര്? നാമോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാണ്. സീ ദ ടേബിൾ ഈസ് സെറ്റ് ഫോർ യു. നമുക്ക് ക്രിസ്തുവിൻ്റെ ഹൃദയം തന്നിരിക്കും. പണ്ട് കണ്ട പലതും ഇന്ന് ചെപ്പും ചവറും എന്നല്ലേ പറയുന്നത്. പണ്ട് കണ്ട് കേൾക്കുന്ന പല പ്രശ്നം എന്ന് ചെറുതായിട്ട് നമ്മൾ ചിന്തിക്കും. ബിക്കോസ് ദിസ് ആർ നോട്ട് ഫ്രം ദ ഹോളി സ്പിരിറ്റ്. നമ്മളെ നടത്തുന്ന, നമ്മുടെ കുടുംബത്തെ നടത്താൻ വിശ്വസ്തൻ. അവൻ എൻ്റെ പാറയും എൻ്റെ കോട്ടയും എൻ്റെ ശൈലവും എൻ്റെ ആശ്രയവും എൻ്റെ ജീവനുമാകുന്നു. ഇതൊക്കെ സങ്കീർത്തനക്കാരൻ പറയുന്നത് ചുമ്മാ ഒന്നുമല്ല. സിംഹത്തിൻ്റെ വായ്ക്കകത്തുനിന്ന്, ഗോലിയാത്തിൻ്റെ മുമ്പിൽ നിന്ന്, ശത്രുപക്ഷത്ത് നിന്ന്, രാജാവിൻ്റെ മുമ്പിൽ ഭ്രാന്തനായിട്ട് നിന്ന് രക്ഷപ്പെടുത്തുന്നത് എവിടെയെല്ലാം അനുഭവിച്ചിട്ടാണ് ദാവീദ് വിളിച്ചു പറയുന്നത്. അങ്ങനെ പറയാൻ നമുക്കും ഇല്ലേ? ദി ടേബിൾ ഈസ് സെറ്റ് ബിഫോർ യു. കറക്റ്റ് ചെയർ വന്നിരിക്കുക. ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുമ്പിലുള്ള കസേരയിൽ വന്നിരുന്ന് നീ ആരെന്ന് പഠിച്ചു. മുഴുവൻ റീതിങ്കിങ് ആണ്. ഇതുകൊണ്ട് മുഴുവൻ റീതിങ്കിങ്, പുതിയ ചിന്തകളിലേക്ക് കയറി വരും. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. അതാ നിൻ്റെ മുമ്പിലേക്ക് വരുമ്പം വേറൊരു പ്രാഗൽഭ്യമുണ്ട്. ആരാണ് ഞങ്ങൾ? ദൈവത്തിൻ്റെ പൊന്നു മക്കൾ. ഞങ്ങളുടെ കസേര ഒന്നാം കസേരയാണ്. പിതാപുത്ര പരിശുദ്ധാത്മാവിരിക്കുന്ന കസേരയുടെ അടുത്ത് തന്നെയാണ് ഞങ്ങളുടെ കസേര. രണ്ടാം കസേരയിൽ പോയിരിക്കാൻ നീ ആഗ്രഹിക്കുന്നത് ലൂസിഫർ. ഞാൻ, എൻ്റേത്, എനിക്ക്, ഞങ്ങളുടേത്, ഇതിൽ കൂടുതലില്ല. അതാണ് നമ്മൾ പലരും വിശ്വസിക്കുന്നത്. അതിനു വേണ്ടിയാണ്. പക്ഷെ അതല്ലല്ലോ വേദപുസ്തകം പറയുന്നത്. കർത്താവിൻ്റെ ആത്മീക മനുഷ്യൻ ആത്മാവുള്ളത് വിവേചിച്ചറിയും. അവനെ ആർക്കും വിധിക്കാൻ അവകാശമില്ല. കാരണം നമ്മൾ ദൈവത്തിൻ്റെ പ്രോപ്പർട്ടിയായി മാറി. ദൈവത്തിൻ്റെ മക്കൾ, ദൈവത്തിൻ്റെ കൂടെ ഭക്ഷണം കഴിക്കുന്നവർ. എന്നും വൈകിട്ട് ഏദൻ തോട്ടത്തിൽ ദൈവത്തോട് സംസാരിച്ച് ആദോ അവയുടെ ആ ആദ്യത്തെ സ്റ്റേജിലേക്ക് നമ്മളെ മാറ്റിയിരിക്കും. നമ്മളോട് ചോദിക്കാതെ ദൈവം ഒന്നും ചെയ്യത്തില്ല. ഏത് പ്രശ്നത്തിലും അപ്പച്ചൻ ഉത്തരം തന്നിട്ടുണ്ട്. പക്ഷെ ഉറച്ച് വിശ്വസിക്കാനുള്ള കൃപ കിട്ടിയാൽ മതി. അത് ഞങ്ങളെ നടത്തണമേ. ആ കസേരയുടെ ഒന്നാം കസേരയിൽ നിന്ന് രണ്ടോ മൂന്നോ കസേര ഇരിക്കും. അതിൻ്റെ കാല് വെട്ടി മാറ്റണം. ആ കസേര എടുത്ത് മാറ്റണം. നിന്നിലല്ലാതെ വേറെങ്ങും ഇരിക്കാൻ അനുവദിക്കല്ലേ. ഞങ്ങളെ ബലപ്പെടുത്തി നിർത്തുന്ന കൃപയ്ക്ക് വേണ്ടി സ്തോത്രം. പ്രാർത്ഥനയുടെ ഉത്തരം തന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നു നാമത്തിൽ തന്നെ. ആമേൻ.